ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫൈനൈറ്റ് ലിമിറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്, അങ്ങനെ ഒരു ലിമിറ്റിംഗ് കേസിൽ ഓൾറെഡി ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ എങ്ങനെ ഒരു ഡെറിവേറ്റീവിനെ ലിമിറ്റിംഗ് കേസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താം. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തൊരു ഇൻ്റർവെൽ, അതാണല്ലോ ഡൊമെയിൻ. അതിലൊരു പോയിൻ്റ് x0 എന്ന പോയിൻ്റ് ഉൾക്കൊള്ളുന്നൊരു സെറ്റിലാണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ലിമിറ്റിംഗ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 del y by del x that which is equal to limit delta x tends to 0 f of x0 plus delta x minus f of x0 by delta x എന്ന് എഴുതാം. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിനെയാണ് എന്ത് പറയുന്നത്? എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് അതിനൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസ് ദി ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആൻഡ് ദി റൂൾസ് ഓഫ് ലിമിറ്റ്സ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ്. ഡെറിവേറ്റീവ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? 3x² ആണെന്നറിയാം. പക്ഷേ ഇവിടെ പറഞ്ഞാൽ എന്താ? ബൈ യൂസിങ് ദ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ ഈ മോള് പറഞ്ഞ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇതേ രീതിയിൽ തന്നെ കാണണം. അപ്പോൾ ഇനി നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ്. അതിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് റിയൽ നമ്പറാണെന്ന് എടുത്തു. എഫ് ഓഫ് എക്സ് പോളിനോമിയലാണോ? എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയലാണ്, ഒരു 3rd ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. പോളിനോമിയൽസ് എല്ലാം കണ്ടിന്യൂസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോളിനോമിയൽസ് എല്ലാം എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ്. എല്ലാ റിയൽ നമ്പറും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് നോട്ട് ക്യൂബ്. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? എക്സ് നോട്ട് ക്യൂബ് ആയിരിക്കും. ഇനി del y by del x കണ്ടുപിടിക്കാം. del y by del x കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇതാണ് ഇതിൻ്റെ del y by del എക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. അല്ലെ ഹോൾ ക്യൂബ് വരും. മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ക്യൂബ് ബൈ ഡെൽറ്റ എക്സ് വരും. ഇനി എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുക. നമുക്കറിയാമല്ലോ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് കറക്റ്റ് ആയിക്കണമെന്നില്ല. ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് അല്ലേ പ്ലസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ അത് വെച്ച് എക്സ്പാൻഡ് ചെയ്തു. എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3 എയുടെ സ്ഥാനത്ത് എക്സ് നോട്ട് അല്ലേ. അപ്പോൾ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് ബി ഡെൽറ്റ എക്സ് ആണ് ബി. ഡെൽറ്റ എക്സ് പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് മൈനസ് അവിടെ ഉള്ള ടേം എക്സ് നോട്ട് ക്യൂബ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ എക്സ് നോട്ട് ക്യൂബും പ്ലസും മൈനസും ഒന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേമുകൾ 3x നോട്ട് സ്ക്വയർ ഡെൽറ്റ എക്സ് പ്ലസ് 3x നോട്ട് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇനി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ത് ചെയ്തു? അതിൽ നമ്മൾ താഴത്തൊരു ഡെൽറ്റ എക്സ് ഉണ്ടല്ലോ, മുകളിൽ എല്ലാ ടേമിലും ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. എല്ലാ ടേമിലും ഒന്ന് ഫസ്റ്റിൽ ഡെൽറ്റ എക്സ് ഉണ്ട്, സെക്കൻഡ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, തേർഡിൽ ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് ഉണ്ട്. എല്ലാവരും ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡെൽറ്റ എക്സിനോട് പുറത്തേക്ക് എടുത്തിട്ട് താഴെയുള്ള ഈ ഡെൽറ്റ എക്സിനായിട്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നതാണ് എന്ത്? 3x നോട്ട് സ്ക്വയർ പ്ലസ് 3x നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. ബൈ ഡെഫിനേഷൻ എന്താണ്? ബൈ ഡെഫിനേഷൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 del y by del x ആണ്. അപ്പോൾ del y by del x ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ
അല്ലേ? ഡെൽ വൈ ബൈ ഡെൽ എക്സ് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കുക. 3x0² പ്ലസ് 3x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ കൊടുത്തതിന് ശേഷം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീനിങ് ഓൾറെഡി പറഞ്ഞു. ഡെൽറ്റ എക്സിന് എന്ത് ചെയ്യുക, 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? സെക്കൻഡ് ടേം 0 ആയിട്ട് പോവും, തേർഡ് ടേം 0 ആയിട്ട് പോവും, ബാക്കിയുള്ളത് എന്താണ്? 3x0². അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 3x0² ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 3x² ആണ് അല്ലേ? ആൻസർ കറക്റ്റ് ആണല്ലോ, കാരണം x³ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 3x² കറക്റ്റാണ്, നമുക്ക് അറിയാം. ഇനി സെക്കൻഡ് പ്രോബ്ലം നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? സെയിം ക്വസ്റ്റ്യൻ. യൂസ് ദി ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് ആൻഡ് ദ റൂൾസ് ഓഫ് ലിമിറ്റ്സ് ടു ഡിഫറൻഷിയേറ്റ് 1/x. 1/xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അല്ലേ? 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, -1/x² വരിക എന്നറിയാം. പക്ഷേ ഫോർമൽ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എഫ് ഓഫ് എക്സിനെ 1/x എടുത്തു. എഫ് ഓഫ് എക്സ് 1/x എന്ന് പറഞ്ഞാൽ റേഷണൽ ഫംഗ്ഷനാണ്. A/B ഫോമിലുള്ളതൊക്കെ റേഷണൽ ഫംഗ്ഷനാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1/x അല്ലേ? അപ്പോൾ റേഷണൽ ഫംഗ്ഷൻ ആണ്. റേഷണൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. എവിടെ ഒഴികെ? 0 ഒഴികെ. അറ്റ് എവരി നോൺ സീറോ റിയൽ നമ്പർ. 0 വന്നു കഴിഞ്ഞാൽ 1/x ഇൻഫിനിറ്റി ആവും. അപ്പോൾ കണ്ടിന്യൂസ് ആവില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂസേ ആവില്ല. അതൊക്കെ നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് അങ്ങനെ എടുത്തു. അത് 0 ഒഴികെ എന്താണ്? എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇനി ഡെൽ വൈ ബൈ ഡെൽ എക്സ് എന്ത് ചെയ്യുക? ഡെഫിനേഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എഫ് ഓഫ് എക്സ് 1/x ആയ കാരണം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് 1/x പ്ലസ് ഡെൽറ്റ എക്സ് വരും, മൈനസ് 1/x ബൈ ഡെൽറ്റ എക്സ്. ഒന്നും ചെയ്തിട്ടില്ല, യൂഷ്വൽ ഡെഫിനേഷൻ ലോജിക്ക് വെച്ച് നമുക്കത് എഴുതാവുന്നേ ഉള്ളൂ. ഇനി മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 1 × x മൈനസ് പിന്നെ 1 × x പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡ് ബൈ പിന്നെ ഈ താഴത്തെ അങ്ങോട്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടി എക്സ് അല്ലേ? എക്സ് × x പ്ലസ് ഡെൽറ്റ എക്സ്. പിന്നെ ഓൾറെഡി ഈ ഡെൽറ്റ എക്സ് എന്നുണ്ട്, ഈ ഡെൽറ്റ എക്സ് താഴെയുണ്ട്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഈ എക്സും പ്ലസും മൈനസായി ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വരും? നമുക്ക് ഐഡിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഇല്ല, ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ മൈനസ് ഡെൽറ്റ എക്സ് വരുമ്പോഴേ ബാക്കിയുള്ള കിട്ടുക. നമുക്ക് താഴെ എന്ത് ചെയ്യാം? x × x പ്ലസ് ഡെൽറ്റ എക്സ്. ഇത് മുകളിലേക്ക് പോവും. ഇത് ആക്ച്വലി ഡെൽറ്റ എക്സ് ബൈ 1 ആണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? × 1 ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ താഴെ x × x പ്ലസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് ഒക്കെ ഒരുമിച്ച് വരാൻ കാരണം. അപ്പം എന്ത് വരും? ഡെൽ വൈ ബൈ ഡെൽ എക്സ് എന്ത് വരും? -1 ബൈ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പോൾ ബാക്കി -1/x × x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ദെൻ ഫോർമൽ ഡെഫിനേഷൻ അനുസരിച്ച് അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി എന്താ വരിക? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? -1/x അല്ലേ? ഞാനത് സെപ്പറേറ്റ് കൊടുത്തു. -1/x × 1 ആ ടേം എഴുതി. അങ്ങനെ സെപ്പറേറ്റ് രണ്ടും ടേം ആക്കി അല്ലേ? ഇൻറ്റു ചെയ്ത് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് രണ്ടിനും ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ 1/x കിട്ടി, ഇവിടെ 1/x. ഡെൽറ്റ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/x ആണ് വരിക. അപ്പോൾ -1/x² ആൻസർ കിട്ടും. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി
ഇനി അടുത്തത് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഡിസ്കസ് ദി ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈക്വൽ ടു മോഡ് എക്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് റെഗുലറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും വേണം. ഇതൊന്നും അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി +1 +2 പഠിച്ച കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് അതൊന്ന് പറയുമ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് ഓർത്ത് നോക്കാം. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഡിസ്കസ് ദി ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈക്വൽ ടു മോഡ് എക്സ്. y ഈക്വൽ ടു മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ, ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്, എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിനെന്ത് ചെയ്യണം, y ഈക്വൽ f(x)നെ മോഡ് എക്സ് എന്നെടുത്തു. f(x)നെ മോഡ് എക്സ് എന്നെടുത്തു. എന്താ അപ്പോൾ f(x)ൻ്റെ ഡെഫിനീഷൻ എന്തായിരിക്കും? മോഡ് എക്സിൻ്റെ ഡെഫിനീഷൻ നമുക്കറിയാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ f(x)ൻ്റെ വാല്യൂ എക്സ് ആണ്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -x ആണ്. അത് മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനീഷനാണ്. മോഡ് എക്സിൻ്റെ ഡെഫിനീഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എക്സിന് f(x)ൻ്റെ വാല്യൂ മോഡ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് തന്നെ ആവും അല്ലേ. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -x ആവും. നെഗറ്റീവ് ആകുമ്പോൾ ഓൾറെഡി എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും. പിന്നെ ഒരു നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവാണ് വരിക. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻ അവിടെ എഴുതിയത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് നോക്കാം. നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എക്സ് ലെസ് ദാൻ 0 എടുത്തു. എക്സ് ലെസ് ദാൻ 0 ഒന്ന് നോക്കി നോക്കാം. എക്സ് ലെസ് ദാൻ 0 f(x) എന്താ വരിക? f(x)ൻ്റെ ഡെഫിനേഷൻ ലിമിറ്റ് എക്സ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f(x) പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് f(x) ബൈ ഡെൽറ്റ എക്സ് ആണ് ഡെഫിനേഷൻ. ഇനി അതിൽ ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താ വരിക? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എന്ത് വന്നാലും അത് ഇതല്ലേ വരുന്നത്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -x ആണ് വരുന്നത്. അപ്പോൾ f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? -x പ്ലസ് ഡെൽറ്റ എക്സ് വരും. മൈനസ് f(x) എന്ത് വരും? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇതാണ് -x വരും. അപ്പോൾ -x വരും. ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. മുകളിൽ ഇത് പ്ലസ് ആവും. -x ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ -x മൈനസ് ഡെൽറ്റ എക്സ്, പിന്നെ മൈനസ് എന്താവും? +x ആവും. അപ്പോൾ -x ഉം +x തമ്മിൽ ക്യാൻസൽ ചെയ്ത് തരാം. അപ്പോൾ ബാക്കി മൈനസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. ഇനി അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ലിമിറ്റ് അല്ലേ, ക്യാൻസൽ ചെയ്തുകൂടെ? ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റും. ഇതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്താ വരിക? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 -1 വരും. -1 കോൺസ്റ്റൻ്റ് ആയ കാരണം അതിൻ്റെ ആൻസർ എന്താ വരിക? -1 ആണ് വരിക. അപ്പോൾ ഇത് കിട്ടി. എക്സ് ലെസ് ദാൻ 0ക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി. എക്സ് ലെസ് ദാൻ 0ക്ക് അതിൻ്റെ വാല്യൂ ഡെറിവേറ്റീവ് -1 ആയിട്ട്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് ചെക്ക് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും. -x ബൈ ഡെൽറ്റ എക്സ് വരും. ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്തും ഇതും ക്യാൻസൽ ചെയ്തും ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു ഡെൽറ്റ എക്സ് 1 വരും. അപ്പോൾ ആൻസർ 1 കിട്ടും. അപ്പോൾ എക്സ് ലെസ് ദാൻ 0ക്ക് എന്താണ്? എക്സ് ലെസ് ദാൻ 0ക്ക് ഡെറിവേറ്റീവ് -1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് വാല്യൂ എന്താണ് വരുന്നത്? പോസിറ്റീവാണ് വരുന്നത് അല്ലേ. ഇനി എക്സ് ഈക്വൽ ടു 0ക്ക് കൂടി ചെക്ക് ചെയ്ത് എല്ലാ പോയിൻറ്റും ആയല്ലോ. എക്സ് ലെസ് ദാൻ 0ക്ക് ഡെറിവേറ്റീവ് ഉണ്ട്, എക്സ് ഗ്രേറ്റർ 0ക്ക് ഡെറിവേറ്റീവ് ഉണ്ട്. ഇനി എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ del y ബൈ del x എന്താ വരിക? del y ബൈ del x f(x) പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ. f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 അല്ലേ, എക്സിൽ 0 അല്ലേ. അപ്പോൾ f(0) പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് f(0) ബൈ ഡെൽറ്റ എക്സ് വരും. അതായത് ഡെൽറ്റ എക്സ് മൈനസ് 0 f(0) എന്താണ്? 0 ആണ് വരിക അല്ലേ. f(0) 0 ആണ് വരിക ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്? ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അതായത് മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ഒരു മോഡ് വന്നു. അപ്പോൾ മോഡിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം അല്ലേ. ഡെൽറ്റ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഡെൽറ്റ എക്സ് വരും. അപ്പോൾ ആ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്താകുമ്പോൾ എന്ത് വരും? ഇവിടെ 1 വരും. ഇനി ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ എക്സ് വരും. അപ്പോൾ നെഗറ്റീവ് ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ -1 വരും. അപ്പോൾ നോക്കുക, ഈ ഡിഫറൻസ് കോഷ്യൻ്റ് ഇതുപോലും ഡിഫൈൻഡ് അല്ല. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് പോകുമ്പോൾ 1ഉം എക്സ് ലെസ് ദാൻ 0ക്ക് പോകുമ്പോൾ -1 കിട്ടുന്നത്. അത്
അതായത് ഇത് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ല എന്നർത്ഥം അല്ലേ അല്ലേ ഇത് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലാണ്ട് നമുക്കത് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ല, എവിടെ സീറോയിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്കെന്ത് പറയാം ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എക്സ് എന്താണ് എക്സ് ലെസ് ദാൻ 0 ഒക്കെ ആകുമ്പോൾ ഡെറിവേറ്റീവ് -1 വരുന്നുണ്ട് അല്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 വരുന്നുണ്ട്. പക്ഷേ എക്സ് 0 ആകുമ്പോൾ 1 -1 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എക്സ് അല്ലേ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് 0-നായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെൽ വൈ ബൈ ഡെൽ എക്സ് ഒരു പർട്ടിക്കുലർ വാല്യൂടെ അപ്രോച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ, നമ്മുടെ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താണ്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0ക്ക് പോകുമ്പോൾ ഡെൽ വൈ ബൈ ഡെൽ എക്സ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ അതിൻ്റെ ലിമിറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? കാരണം ഡെറിവേറ്റീവിൻ്റെ ഇതിൻ്റെ വാല്യൂ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ, എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്തല്ല ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. എക്സ് ലെസ് ദാൻ 0 എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതിൻ്റെ വാല്യൂ -1 ആണ്. എഫ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. പക്ഷേ എക്സ് ഈക്വൽ ടു 0 എന്തല്ല തന്ന ഫംഗ്ഷൻ മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ്. നന്നായി നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.